ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ സാധനം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം മോമോസ്. അപ്പോൾ കൂടുതലും ആരും അങ്ങനെ നോമ്പ് തുറക്കം അങ്ങനെ ഉണ്ടാക്കാറില്ല. നമുക്കിന്ന് ഉണ്ടാക്കി വെക്കുക സിമ്പിളായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതും പിന്നെ ക്യാപ്സിക്കവും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സിംഗ് ആണ് ഇതിൽ കാര്യമായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ചിട്ട് എന്താ പറയുക ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എൻ്റെ കയ്യിൽ കുറച്ച് മസാല എക്സ്ട്രാ വേറൊരു സമൂസേൻ്റെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കന് ഫ്രൈ ചെയ്തും കൂടി ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുക്കുക. അപ്പോൾ ഉമ്മയാണ് ഇവിടെ കുഴക്കുന്നത്. എനിക്ക് മാവ് കുഴക്കാൻ അത്ര വലിയൊരു പിടുത്തമില്ല, അപ്പോൾ അതുകൊണ്ട് ഉമ്മയാണ് കുഴക്കുന്നത്. പിന്നെ ഞാനത് ഉണ്ടാക്കി പരത്തി, എന്നാലേ പണി പെട്ടെന്ന് കഴിയല്ലോ. അപ്പം ഞാനത് ഉണ്ടാക്കി പ്രസ്സുമലല്ല പലമ്മൽ വെച്ചിട്ട് പരത്തി. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിൽ ആകുമ്പോൾ നമ്മൾ അതൊരു റൗണ്ടുള്ള അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇങ്ങനത്തെ ഓരോ പൂരി പോലെയല്ലേ, അതുപോലെ ആക്കിയെടുക്കുക. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്നാലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ് നല്ലതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കുക, നമ്മുടെ ഇഡ്ഡലി ചെമ്പ് ഉണ്ടാകുമല്ലോ അതിലിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് തന്നെ ഒരു 5-6 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇവിടെ മോമോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ.